നമസ്കാരം. സ്മൃതി ഇറാനിക്കാണ് നല്ലൊരു പണി കിട്ടിയത്. കാര്യം രാഹുൽ ഗാന്ധിയോട് ഏറ്റുമുട്ടാൻ വേണ്ടി വെല്ലുവിളിച്ച ഒരു വ്യക്തിക്ക് തന്നെ ഇത്ര ദയനീയമായുള്ള ഒരു തോൽവി ഒരു കാരണവശാലും സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. അതെ, അല്ല, കിഷോറിലാൽ ശർമ്മയുടെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹത്തെ രാത്രി വിളിച്ചപ്പോൾ ACC ആസ്ഥാനത്ത് നിന്ന് നാളെ സ്ഥാനാർത്ഥിത്വം നോമിനേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കിഷോറിലാൽ ശർമ്മ എന്ന് പറയുന്ന അമേഠിയിലെ ഇവരുടെ ഒരു കാര്യകർത്താവ് എന്നുള്ള നിലയിൽ വേണമെങ്കിൽ കുറെ കൂടി താഴ്ന്ന നിലവാരത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു ബിനാമി എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ഗുമസ്തൻ എന്നൊക്കെ ആക്ഷേപം കേൾക്കേണ്ടി വന്ന കിഷോറിലാൽ ശർമ്മ അന്തം വിട്ടുപോയി. തന്നെ സ്ഥാനാർത്ഥിയാക്കിയാണോ അമേഠി പോലൊരു മണ്ഡലത്തിൽ? കാരണം നെഹ്റു കുടുംബത്തിന്റെ സ്ഥാനാർത്ഥികൾ അംഗങ്ങൾ മത്സരിച്ച് വലിയ വിജയം നേടിയ ഒരു മണ്ഡലത്തിൽ. പക്ഷേ അവിടെ തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട മണ്ഡലമാണ്. സ്മൃതി ഇറാനിയാണ് ഏതാണ്ട് 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത്. അതിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ സ്മൃതി ഇറാനി പരാജയപ്പെട്ടിരുന്നു. പക്ഷേ BJPയുടെ ചെല്ലക്കുട്ടിയാണല്ലോ സ്മൃതി ഇറാനി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ആ തോറ്റ സ്മൃതി ഇറാനിയെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കുകയും മന്ത്രിയാക്കുകയും എല്ലാ സൗകര്യങ്ങളും അനുവദിച്ചു കൊടുക്കുകയും അമേഠിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തനം നടത്താൻ അവസരമൊരുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായി തൊട്ട് അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നേതാവല്ലല്ലോ. ദേശീയ തലത്തിൽ അന്ന് അദ്ദേഹം അഖില ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒക്കെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് പല കാര്യങ്ങളിലും ഇടപെടേണ്ടതുകൊണ്ട് അമേഠി കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയാത്ത ആ അവസരം മുതലെടുത്തുകൊണ്ട് ഒരു മന്ത്രി പദവി കൂടി കൈവശം വെച്ചുകൊണ്ട് സ്മൃതി ഇറാനി നടത്തിയ ശക്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർ 2019 ജയിച്ചു. പക്ഷേ അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് സ്മൃതി ഇറാനിയെ ആ വിജയം കൊണ്ടു ചെന്നെത്തിച്ചത് എന്ന് നമുക്ക് പിന്നീട് കാണാം. അതില് പ്രത്യേകിച്ച് പറയാനുള്ളത് മോദിയുടെ മനസ്സ് സൂക്ഷിപ്പുകാരിയാണ്. അതെ, അതുകൊണ്ട് രീതിയിലേക്ക് ഈ സ്മൃതി ഇറാനിയെ ഈ നിലയിലേക്ക് എത്തിച്ചത് ആ നിലയിൽ എത്തിച്ചതും ഈ പരാജയത്തിന്റെയും ഉത്തരവാദിത്തം ആർക്കാണ് അപ്പൊ വരിക? നരേന്ദ്രമോദിക്കാണ് വരിക. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയാണ് സ്മൃതി ഇറാനി. സ്മൃതി ഇറാനി ഇവിടെ കിടക്കുന്നു, കേന്ദ്രമന്ത്രിയാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഒരു അഖിലേന്ത്യാ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾ അമേഠിയിലേക്ക് വരൂ. അമേഠിയിലേക്ക് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ച പലരും അന്ന് നെറ്റി ചൊളിച്ചിരുന്നു, രാഹുൽ അവിടെ മത്സരിക്കേണ്ടിയിരുന്നു, എന്നിട്ട് അവരെ തോൽപ്പിക്കേണ്ടിയിരുന്നു എന്നൊക്കെ. ഇങ്ങനെ ഒരാൾ മതി നിങ്ങളെ തോൽപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ് കിഷോറിലാൽ ശർമ്മ എന്ന് പറയുന്ന അവിടുത്തെ വന്ധ്യവയോധികനായിട്ടുള്ള കോൺഗ്രസിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന, ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങൾ. പലപ്പോഴും ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി സ്മൃതിക്ക് ശരിക്കും ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന് വരെ ആക്ഷേപമുണ്ടായിരുന്നു. അതെ, അവിടെ വിട്ടുകൊടുക്കുകയാണ് അമേഠി എന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇപ്പൊ പരാജയപ്പെട്ട് നിൽക്കുന്നത്. നല്ല രീതിയിലേക്ക് മധുര പ്രതികാരമാണ് കൊടുത്തത്. തീർച്ചയായിട്ടും. അതായത് തന്നോട് മത്സരിക്കാൻ ഞാൻ വേണ്ട, ഇന്ന് ഇയാളൊക്കെ മതി എന്നുള്ള രീതിയിൽ ഒരു സ്ഥാനാർത്ഥി ഇടുകയും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുകയും ചെയ്തു. അതിൽ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുക പ്രിയങ്ക ഗാന്ധിക്കാണ്. അതെ, പ്രിയങ്ക ഗാന്ധി അവിടെ നടത്തിയ വൈബ്രന്റ് ആയിട്ടുള്ള പ്രചാരണം, അവിടെ അവർ നടത്തിയ വിദ്യുസ്ഫുലിംഗങ്ങൾ ഇങ്ങനെ ചിതറിത്തെറിക്കുന്ന രീതിയിലുള്ള അവരുടെ പ്രസംഗം, ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള അവരുടെ വലിയ സമ്മേളനങ്ങൾ, അവരുടെ ഒരു തേരോട്ടം കണ്ട മണ്ഡലമാണ് അമേഠി. കാരണം അവരുടെ ഏറ്റവും വളരെ അടുത്ത വൈകാരികമായി ബന്ധമുള്ളൊരു മണ്ഡലം കൂടിയാണല്ലോ അമേഠി. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി നേരിട്ട് നിന്ന് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ഒരു മണ്ഡലം. എന്തൊക്കെയായാലും ഈ ഞാൻ എടുത്തു പറയേണ്ടത് കോൺഗ്രസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ വേണ്ടിയൊക്കെ ഈ രാഹുൽ ഗാന്ധി തന്നെ ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുണ്ട് പല സമയങ്ങളിലും. അതിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല ആളുകൾക്കും ഇന്ത്യ സഖ്യത്തിനോട് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇന്ന് ഈ റിസൾട്ട് വരുന്ന സാഹചര്യത്തിൽ ഏകദേശം അവരോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഇന്ത്യ സഖ്യത്തിന് വലിയ സംഭവം. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് സ്വപ്നതുല്യമായ നേട്ടമാണ്. NDAക്ക് മുകളിൽ ഇന്ത്യ സഖ്യത്തിന് അവിടെ സീറ്റ് വരുന്ന ഏതെങ്കിലും ഒരു സർവേ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി പോലും പറഞ്ഞതാണ് എന്ന് കരുതാവുന്ന സർവേകളിൽ പോലും 30 സീറ്റിന് മുകളിൽ ഇല്ല. 80 സീറ്റിൽ 50 സീറ്റ് BJPക്ക് തന്നെ എന്ന് കരുതിയെടുത്താണ് അതിനെ എല്ലാം കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടത്തിലേക്ക് ഇന്ത്യ സഖ്യം അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പരിശോധിക്കേണ്ട ഒരു കാര്യം അയോധ്യയാണ്. രാമക്ഷേത്രത്തിന്റെ പേരിൽ ഇന്ത്യ മുഴുവൻ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ BJPക്ക് അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് കോൺസ്റ്റിറ്റ്യുവൻസി നഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങളുടെ കയ്യിലാണ് ഇതെല്ലാം.
ജനങ്ങൾക്കറിയാം എന്താണ് കൊടുക്കേണ്ട മരുന്ന് എന്ന്. ആ മരുന്ന് ജനങ്ങൾക്ക് കൊടുക്കാൻ ഒരു മടിയുമില്ല. 10 വർഷത്തോളം ആയി ഭരണം തുടങ്ങിയിട്ട് ഏകദേശം പെട്രോളിന് 50 രൂപ തരാമെന്ന് പറഞ്ഞു, മറ്റേ കള്ളപ്പണം പിടിക്കാമെന്ന് പറഞ്ഞു, നോട്ട് നിരോധനത്തിലൊക്കെ ഒരുപാട് ആളുകൾ വല്ലാത്ത രീതിയിലേക്ക് ബുദ്ധിമുട്ടിയിട്ട് എന്തായാലും അതിന്റെ ഒരു എഫക്ട് എന്തായാലും തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. ഗ്യാസിന്റെ വില എന്താ? ഗ്യാസിന്റെ BJP അളക്കാൻ അത് മാത്രം മതി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന എവിടെയാണ്? കുറച്ച് ഉപയോഗിച്ചാൽ മതി. തൊഴിലില്ലായ്മ എവിടെയാണ്? കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നല്ല പറയുന്നത്. അതെ, ഈ ഉപയോഗിക്കേ വേണ്ട എന്നുള്ളതാണ്. ഈ BJP ആളുകളോടൊക്കെ, പല ആളുകളൊക്കെ എന്തുകൊണ്ടാണ് ഗ്യാസിന് വില ഇങ്ങനെ കൂടുന്നത് ചോദിച്ചാൽ, നിങ്ങൾ ഗ്യാസ് ബുദ്ധിയില്ലാത്ത കഴുതകളുണ്ട് കുറെ ആൾക്കാർ. അപ്പൊ അവരോട് അങ്ങനെ തന്നെ പറയും, ബുദ്ധിയില്ലാത്ത കഴുതകൾ. BJPയുടെ ആളുകളെ, ചില ആളുകളെ വിശ്വസിപ്പിക്കുന്നത് അങ്ങനെയാ. കാര്യം പെട്രോൾ വില ഇടയിൽ ഇല്ലാത്ത തൊഴിലില്ലായ്മ, പെട്രോൾ വില കൂടുന്ന സമയത്ത് പറയും നിങ്ങൾ വണ്ടി ഉപയോഗിക്കേണ്ട, ബസ്സിൽ പോകുന്നത് അല്ലെങ്കിൽ കാളവണ്ടി പോകും എന്ന് പറയും. നേരെ മറിച്ച് ഗ്യാസിന് വില കൂടിയാ പറയും, അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയും നിങ്ങൾ എന്തിന് ഗ്യാസ് ഉപയോഗിക്കുന്നു, കുറച്ച് ഉപയോഗിക്കുക, ഒരു 4 മാസം ഉപയോഗിക്കാനുണ്ടല്ലോ ഒരു കുടുംബത്തിൽ. ഇത്തരം രീതിയിലേക്ക് വളരെ, അതായത് വികസന കാഴ്ചപ്പാട് തീരെ ഇല്ലാത്ത, മനസ്സ് വികസിക്കാത്തതാണ് ഞാൻ പറയുന്നത്. അപ്പോ അതങ്ങനെ പറയേണ്ടിയിരിക്കുന്നു. കാര്യം അത്രയേറെ ഇതാണ് അഹങ്കാരത്തോടെ പറയുന്ന ആളുകൾ. ആകെ ഒരു സീറ്റ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി മാത്രമാണ് കോൺഗ്രസിന്. ഇന്നതല്ല അവസ്ഥ. ഇന്നിപ്പം നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാസ്റ്റ്യൻ എന്ന് പറയാവുന്ന, കോട്ട അറിയപ്പെടുന്ന റായ്ബറേലിയും അതുപോലെ തന്നെ അമേഠിയും വലിയ ഭൂരിപക്ഷത്തിന് ജനങ്ങള് നല്ല രീതിയിലേക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നു. ശരിക്കും ഇവരൊക്കെ എവിടെ പോകുന്നു, ചിന്തിക്കാൻ കഴിവില്ലാത്തവരായോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ ഭൂരിപക്ഷത്തിൽ നിന്ന് ഇത്രയേറെ ഭൂരിപക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഖ്യയിലെത്തി എങ്ങനെയാണ്? ഇറാനിയുടെ ഒരു അഹങ്കാരം നമ്മൾ വേറൊന്നുകൂടി പറയേണ്ടത്, വയനാട്ടിൽ വന്ന് ക്യാമ്പയിൻ ചെയ്യും. അതെ, വയനാട്ടിൽ വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നത് നമ്മൾ എതിരല്ല കേട്ടോ. പക്ഷെ ആ ആത്മവിശ്വാസം അഹങ്കാരത്തോളം വളർന്നതാണ് നമ്മൾ കാണുന്നത്. ആ മണ്ഡലത്തിലാണ് 1.5 ലക്ഷത്തിലധികം വോട്ടിന് അവര് പരാജയം കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ നിലയിൽ ഒരാളുടെ അധികാരത്തിന്റെ മത്ത് പിടിക്കുക എന്നൊക്കെ പറയുമല്ലോ, നമ്മളെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാളെ കൊണ്ട് ഈ സ്ഥാനത്തിരുത്തി കഴിഞ്ഞാൽ പിടിച്ച് മെത്തയിൽ കിടത്തുക പ്രശ്നമാണ് പ്രയോഗമുണ്ട്. അതായത് ഇതൊന്നും പറഞ്ഞാൽ കുറച്ച് ആൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നന്ദി, നമസ്കാരം.